എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം കേട്ടോ. അപ്പോൾ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു വിചാരിക്കുന്നു. നമ്മളും സുഖമായിട്ടിരിക്കുന്നു. ഇപ്പോൾ എല്ലാവിടെയും നല്ല മഴയും അതുപോലെ നല്ല വെള്ളം കയറ്റമൊക്കെയാണ് അല്ലേ. അപ്പോൾ എല്ലാവരും സേഫായിട്ടിരിക്കുക കേട്ടോ. അപ്പോൾ നമ്മുടെ ഇവിടെ വലിയ കുഴപ്പമൊന്നുമില്ല. അപ്പോൾ നമ്മുടെ വീഡിയോസൊക്കെ ഇഷ്ടമാകുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കരുത് കേട്ടോ. അപ്പോൾ നമ്മൾ തുമ്പനയിൽ കണ്ട പോലെ തന്നെ ഓണത്തിന് മുമ്പ് നല്ലൊരു ഓണസദ്യ ഒരുക്കുന്നുണ്ട് കേട്ടോ. ചെറിയൊരു ഓണസദ്യ എന്താ പറയുക പെട്ടെന്ന് എങ്ങനെ റെഡിയാക്കിയെടുക്കാം എന്നുകൂടെയാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ കാണിക്കുന്നത് കേട്ടോ. അപ്പോൾ നമ്മൾ കഷ്ണങ്ങളെല്ലാം രാവിലെ തന്നെയാണ് കട്ട് ചെയ്യുന്നത്. ഇനിയിപ്പോൾ നമുക്ക് തലേ ദിവസം കട്ട് ചെയ്ത് വെക്കാം കേട്ടോ. അപ്പോൾ ഞാൻ കൂടുതലും രാവിലെയാണ് കട്ട് ചെയ്ത് വെക്കാറുള്ളത്. ഇപ്പോൾ സമയം 6 മണി കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. 6 മണിക്ക് തുടങ്ങിയിട്ടുള്ള കുക്കിങ്ങാണ്. 8 മണിയാകുമ്പോഴേക്കും ഒരു 7:30 ആകുമ്പോഴേക്കും തന്നെ നമ്മുടെ കുക്കിങ്ങൊക്കെ തീരും കേട്ടോ. അപ്പോൾ കുറച്ച് ഐറ്റംസ് എല്ലാം നമ്മൾ വെക്കുന്നുണ്ട്. നമ്മൾ സദ്യയൊക്കെ ചെയ്യുന്ന സമയത്ത് ക്വാണ്ടിറ്റി കുറവാക്കി ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത്. ഇല്ലാന്നുണ്ടെങ്കിൽ എല്ലാം അധികം നമ്മൾ സാധാരണ വെക്കും പോലെ അത് അധികത്തിൽ വെച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ അത് വേസ്റ്റ് ആകാൻ സാധ്യതയുണ്ടാവും. അപ്പോൾ അതുകൊണ്ട് സദ്യയൊക്കെ വെക്കുന്ന സമയത്ത് എല്ലാം കുറേശ്ശെ വെക്കുന്നതാണ് ഏറ്റവും നല്ലത് കേട്ടോ. അതാണ് നമ്മൾ സദ്യ വെക്കുന്ന സമയത്ത് ആദ്യം ശ്രദ്ധിക്കേണ്ടത്. പിന്നെ നമുക്ക് ഓരോന്നോരോന്നായിട്ട് ആദ്യം തന്നെ ചെയ്ത് തുടങ്ങാം കേട്ടോ. അപ്പോൾ ആദ്യം തന്നെ ഞാൻ കുറച്ച് കടലപ്പരിപ്പ് എടുത്തിട്ട് വെള്ളത്തിലിട്ട് വേവിക്കാൻ വെക്കുന്നുണ്ട് കേട്ടോ. ഒരു 2 പിടി എടുത്തിട്ടുണ്ട്. അതൊരു വിസിൽ അടുപ്പിച്ചാൽ മതി. അത് വിസിലടിക്കുന്ന നേരം കൊണ്ട് തന്നെ നമ്മുടെ വെള്ളം ചൂടായിട്ടുണ്ട് ചോറിനുള്ളത്. അപ്പോൾ അതുകൂടെ നമ്മൾ റെഡിയാക്കി എടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഒരു പ്ലാനിങ്ങോടുകൂടി ചെയ്താൽ തന്നെ നമുക്ക് 1.5 മണിക്കൂർ കൊണ്ട് ചെറിയൊരു കുഞ്ഞു സദ്യയൊക്കെ നമുക്ക് റെഡിയാക്കി എടുക്കാൻ പറ്റും കേട്ടോ. അത് തിളയ്ക്കുന്ന നേരം കൊണ്ട് നമുക്കിനി ബാക്കിയുള്ള കഷ്ണങ്ങളൊക്കെ ഒന്ന് മുറിച്ചെടുക്കാം കേട്ടോ. അപ്പം ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ കഷ്ണങ്ങളെല്ലാം ഞാൻ രാവിലെയാണ് മുറിച്ചെടുക്കുന്നതെന്ന്. അപ്പോൾ ഇന്ന് സ്കൂളുള്ള ദിവസമാണ്. അതുകൊണ്ട് തന്നെ 7:30 ആകുമ്പോഴേക്കും തന്നെ നമുക്കിതെല്ലാം റെഡിയാക്കി എടുക്കണം കേട്ടോ. അപ്പോൾ ഞാൻ കുറച്ച് കഷ്ണം എടുത്തിട്ട് കുമ്പളങ്ങയാണ് അതെടുത്ത് തൊലിയെല്ലാം കളഞ്ഞ് ഒന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ കുമ്പളങ്ങ നമ്മൾ മുറിച്ചെടുക്കുന്നത് കൂട്ടുകറി വയ്ക്കാൻ വേണ്ടിയിട്ടാണ്. ആദ്യം നമ്മൾ റെഡിയാക്കി എടുക്കുന്നത് കൂട്ടുകറിയാണ് കേട്ടോ. കൂട്ടുകറിയിൽ പറയുമ്പോൾ വറവൊക്കെ ഒന്ന് റെഡിയായി വരാൻ സമയം എടുക്കും. അതുകൊണ്ട് തന്നെ അത് നമ്മൾ ഫസ്റ്റ് റെഡിയാക്കി എടുക്കുന്നുണ്ട്. കുമ്പളങ്ങ മുറിച്ചതിന് ശേഷം ചെറിയൊരു കഷ്ണം ചേന കൂടെ നമ്മൾ മുറിച്ചെടുക്കുന്നുണ്ട് കേട്ടോ. അതും തൊലിയെല്ലാം കളഞ്ഞ് ഒരു മീഡിയം സൈസായിട്ടാണ് നമ്മൾ കട്ട് ചെയ്തെടുക്കുന്നത്. അത് നമ്മൾ തൊലിയെല്ലാം കളഞ്ഞ് ഇതുപോലെ സൈഡുള്ള ഇതെല്ലാം കളഞ്ഞ് അതും കൈയോടെ തന്നെ കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ ഇതെല്ലാം റെഡി ആകുമ്പോഴേക്കും തന്നെ നമ്മുടെ പരിപ്പൊക്കെ വെന്ത് കറക്റ്റായിട്ട് വരും കേട്ടോ. അപ്പോൾ ഞാൻ വേഗം തന്നെ അതൊക്കെ ഒന്ന് കട്ട് ചെയ്തെടുക്കാൻ പറഞ്ഞിട്ടാണ്. അപ്പോൾ ഒരുപാട് ഐറ്റംസ് ഒന്നും നമ്മൾ ചെയ്യുന്നില്ല. ചെറിയൊരു സദ്യ അതാണ് കേട്ടോ. നമ്മൾ തിരുവോണത്തിനൊക്കെ പറയുമ്പോൾ ഒരുപാട് സദ്യവട്ടങ്ങൾ ഉണ്ടാക്കും. പക്ഷേ അത്രയ്ക്കുള്ള സദ്യവട്ടങ്ങളൊന്നുമില്ല. അച്ചാറ്, ഉപ്പേരി, കൂട്ടുകറി, ഒരു പച്ചടി, എരിശ്ശേരി, രസം, അതൊക്കെയാണ് കേട്ടോ നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ എന്താ പറയുക അതിനുള്ള കാര്യങ്ങളാണ് നമ്മൾ ഈ ചെയ്തെടുക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ കുമ്പളങ്ങയും ചേനയൊക്കെ തലേ ദിവസം വേണമെങ്കിൽ മുറിച്ചെടുക്കാം. നമ്മൾ ഇന്ന് അതൊന്നും ചെയ്തിട്ടില്ല. നമ്മൾ രാവിലെയാണ് ഇതെല്ലാം മുറിച്ചെടുക്കുന്നത്. അതെല്ലാം മുറിച്ചെടുക്കുന്ന നേരം കൊണ്ട് തന്നെ നമ്മുടെ പരിപ്പ് വെന്തിട്ടുണ്ട് കേട്ടോ. പാകം പോലെ വെന്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഞാൻ പരിപ്പ് വേഗത്തിൽ ഒരു പ്ലേറ്റിലേക്ക് മാറ്റി കൊടുക്കുന്നുണ്ട്. പരിപ്പ് മാറ്റിയതിന് ശേഷം ആ വെള്ളം കളയരുത് കേട്ടോ. പരിപ്പിൻ്റെ വെള്ളം നമുക്ക് ആവശ്യമുണ്ട്. ആ വെള്ളവും ഞാൻ മാറ്റിയെടുക്കുന്നുണ്ട്. അതേ കുക്കർ വെച്ചതിന് ശേഷം അതിലേക്ക് നമ്മൾ അരിഞ്ഞ് മാറ്റി വെച്ചിട്ടുള്ള നമ്മുടെ കുമ്പളങ്ങയും ചേനയും ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ നമ്മൾ കുമ്പളങ്ങയും ചേനയൊക്കെ ഓപ്പണായിട്ടാണ് കേട്ടോ വേവിക്കുന്നത്. കുക്കർ വിസിലടുപ്പിക്കുന്നില്ല. വിസിലടുപ്പിച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ വെന്ത് കുഴഞ്ഞ പോലെ ഇരിക്കും. അതുകൊണ്ട് ഇത് തുറന്ന് വെച്ചിട്ടാണ് നമ്മൾ വേവിക്കുന്നത്. അതിലേക്ക് മുളക് പൊടി, മഞ്ഞൾപ്പൊടി ചേർത്ത് കുറച്ച് വെള്ളം ഒഴിച്ച് നല്ലപോലെ മിക്സ് ചെയ്തിട്ടുണ്ട്. ഇനി ഇതിവിടെ കിടന്ന് നല്ലപോലെ തന്നെ ഒന്ന് വെന്ത് വരണം കേട്ടോ. ഇപ്പോൾ ഞാൻ ഉപ്പ് ചേർക്കുന്നില്ല. നമ്മുടെ ചേന ഒന്ന് വെന്ത് വരട്ടെ കേട്ടോ. അതിന് ശേഷമാണ് നമ്മൾ ഉപ്പ് ചേർക്കുന്നത്. നമ്മൾ ഇപ്പുറത്തെ അടുപ്പിൽ ഒരു ചീൻചട്ടി വെച്ച് കൊടുക്കുന്നുണ്ട്. അത് നല്ലപോലെ തന്നെ ഒന്ന് ചൂടായി വരട്ടെ. അത് ചൂടായി വരുന്ന നേരം കൊണ്ട് നമ്മൾ എലിശ്ശേരിക്കുള്ള മത്തനൊന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ മത്തനൊക്കെ വെച്ചിട്ടാണ് ഇന്ന് എലിശ്ശേരി നമ്മൾ ചെയ്യുന്നത്. സദ്യ എന്ന് പറയുമ്പോൾ നമുക്ക് റെസ്റ്റ് എടുക്കാനുള്ള സമയം ഉണ്ടാവില്ല. ഓരോന്നോരോന്ന് ചെയ്യുന്നതിൻ്റെ പിന്നാലെ നമ്മൾ ചെയ്യുന്നതോണ്ടിരുന്നാൽ മാത്രമേ നമുക്ക് കറക്റ്റ് ടൈമിൽ ഇത് റെഡിയാക്കി എടുക്കാൻ പറ്റുള്ളൂ. മത്തനൊക്കെ നമ്മൾ കട്ട് ചെയ്ത് കഴിഞ്ഞു കേട്ടോ. ആ സമയം കൊണ്ട് നമ്മുടെ ചീൻചട്ടി നന്നായി ചൂടായിട്ടുണ്ട്. വെളിച്ചെണ്ണ ചേർത്ത് കൊടുത്ത് കടുക് ചേർത്ത് കൊടുത്ത് പൊട്ടി വന്നതിലേക്ക് നമ്മുടെ തേങ്ങ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഈ വറവ് എന്ന് പറയുന്നത് നമ്മുടെ കൂട്ടുകറിക്ക് വേണ്ടിയിട്ടുള്ള വറവാണ്. തേങ്ങ നല്ലപോലെ വറുത്ത് വരണം. അതുകൊണ്ട് തന്നെ കൂട്ടുകറി റെഡിയാകുന്ന സമയം തന്നെ ഞാനിത് വറക്കാനിട്ടിട്ടുണ്ട് കേട്ടോ. ഇല്ലെങ്കിൽ അത് വെന്ത് വന്നിട്ട് നമ്മളിത് വറക്കാനിടുകയാണെങ്കിൽ നമുക്കിത് കറക്റ്റായിട്ട് വറുത്തെടുക്കാൻ പറ്റില്ല. അപ്പോൾ അതിനുള്ളൊരു അരപ്പാണ്. ഒരു കുഞ്ഞുപിടി തേങ്ങയും ജീരകവും കൂടെ ഞാൻ അരച്ച് മാറ്റി വെച്ചിട്ടുണ്ട്. ആ അടുപ്പിൽ നമ്മുടെ ചേനയും കുമ്പളങ്ങയും വെന്ത് വരുന്നുണ്ട്. ഇപ്പോഴത്തെ വറവ് റെഡി
റെഡിയായി വരുന്നുണ്ട്. ആ സമയം കൊണ്ട് ഞാൻ മത്തനൊക്കെ മുറിച്ചെടുത്തു. മുട്ടക്കോസ് ഉപ്പേരിക്ക് വേണ്ടിയിട്ടുള്ള മുട്ടക്കോസൊക്കെ ഒന്ന് മുറിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. അതൊക്കെ ഒന്ന് മാറ്റി വെച്ച് കൊടുത്തിട്ടുണ്ട്. ഈ സമയം കൊണ്ട് തന്നെ നമ്മുടെ കുക്കറിലെ ചേനയും കുമ്പളങ്ങയും പാകം പോലെ വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ. വെന്തത് ഉടയരുത്, നമ്മുടെ കൂട്ടുകറിക്ക് അത് അങ്ങനെ തന്നെ വേണം കേട്ടോ. അപ്പോൾ അതുകൊണ്ട് വെന്ത് ഉടഞ്ഞ് വരാണ്ട് വേണം നമ്മൾ ഇടയ്ക്കിടയ്ക്ക് നോക്കണം. അതുപോലെ തന്നെ ഓവറായിട്ട് വെള്ളം ഒഴിച്ചു കൊടുക്കാൻ പാടില്ല കേട്ടോ. കുമ്പളങ്ങിയിൽ നിന്നൊക്കെ വെള്ളം വരുമല്ലോ, അതുകൊണ്ട് പാകം പോലെ വെള്ളം ഒഴിച്ച് നമുക്കത് റെഡിയാക്കി എടുക്കാം. അതേപോലെ നമ്മൾ വറുക്കാനിട്ടുള്ള തേങ്ങ ഇടയ്ക്കിടയ്ക്ക് നമ്മൾ ഇളക്കി കൊടുക്കണം കേട്ടോ, ഇല്ലാന്നുണ്ടെങ്കിൽ അത് കറുകിപ്പോകും. അങ്ങനെ നമ്മൾ ബാക്കിയുള്ള സാധനങ്ങളൊക്കെ മാറ്റി വെച്ചു. ഇപ്പോൾ ഏകദേശം നമ്മുടെ ചേനയും കുമ്പളങ്ങയൊക്കെ വെന്തയിലേക്ക് ഉപ്പ് ചേർത്ത് കൊടുത്ത് മിക്സ് ചെയ്തു. പിന്നെ അതുപോലെ തന്നെ അതിലേക്ക് നമ്മൾ അരപ്പ് ചേർത്ത് മിക്സ് ചെയ്യുന്നുണ്ട് കേട്ടോ. കൂട്ടുകറി ചെയ്യുന്ന സമയത്ത് വെള്ളം ഒരുപാട് ചേർക്കരുത്. എന്താ പറയുക, നമ്മളിത് വരട്ടിയെടുക്കേണ്ടതാണ്. അതുകൊണ്ട് തന്നെ വെള്ളം ഓവറായി കഴിഞ്ഞാൽ അത് വരട്ടാനുള്ള സമയം നമുക്ക് കൂടുതൽ എടുക്കേണ്ടി വരും കേട്ടോ. പിന്നെ അതിലേക്ക് മധുരത്തിനായിട്ട് ഞാൻ കുറച്ച് വെല്ലവും കൂടെ ചേർത്ത് നല്ല പോലെ തന്നെ മിക്സ് ചെയ്ത്, അതുപോലെ തന്നെ നല്ല പോലെ തന്നെ നമ്മുടെ കൂട്ട് നമ്മൾ തിളപ്പിച്ചെടുക്കുന്നുണ്ട് കേട്ടോ. ഇപ്പോൾ ഏകദേശമൊക്കെ നമ്മുടെ തേങ്ങ വറന്ന് വന്നിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ മാറ്റി വെച്ചിട്ട് നമ്മുടെ ചേനയും കുമ്പളങ്ങയും ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നല്ല പോലെ തന്നെ നമുക്ക് മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഇനി ഇതിവിടെ കിടന്ന് എല്ലാം കൂടെ നല്ല പോലെ തന്നെ വറന്ന് ഇത് നല്ല സെറ്റായിട്ട് ഡ്രൈ ആയിട്ട് വരണം കേട്ടോ. അപ്പോൾ നമ്മൾ ആദ്യമേ തന്നെ തേങ്ങ വറുക്കാനിട്ടത് കൊണ്ട് ഇത് വെന്തത് നമുക്കിതിലേക്ക് ചേർത്ത് റെഡിയാക്കാൻ പറ്റി. ഇല്ലാതെ വേവുന്നത് വരെ നമ്മൾ വെയിറ്റ് ചെയ്യണമെങ്കിൽ നമുക്ക് സമയം മതിയാവില്ല കേട്ടോ. ഇപ്പോൾ മിക്സ് ചെയ്തതിലേക്ക് നമ്മൾ മാറ്റി വെച്ചിട്ടുള്ള നമ്മുടെ പരിപ്പ് കൂടെ ചേർത്ത് നല്ലപോലെ മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. നമ്മുടെ ഈ ഭാഗത്തൊക്കെ കൂട്ടുകറിക്ക് കടലപ്പരിപ്പാണ് കേട്ടോ ഉപയോഗിക്കാറുള്ളത്. ഇനി ഇതിവിടെ കിടന്ന ചെറിയ തീയിൽ നല്ലപോലെ വറന്ന് വരണം. ഈ സമയം കൊണ്ട് മത്തനിൽ ശരിക്കുള്ള പരിപ്പും മത്തനും അതിലുള്ള മുളകും മഞ്ഞൾപ്പൊടി ഉപ്പെല്ലാം ചേർത്തിട്ട് ഞാൻ വേവിക്കാൻ വെക്കുന്നുണ്ട് കേട്ടോ. അത് വെന്ത് വരുന്ന നേരം കൊണ്ട് ഞാൻ നമ്മുടെ രസത്തിനുള്ള സാധനങ്ങളൊക്കെ ഒന്ന് അരച്ച് റെഡിയാക്കി എടുക്കുന്നുണ്ട്. രസത്തിൻ്റെയും മത്തനെലിശ്ശേരിയുടെയും റെസിപ്പിയൊക്കെ നമ്മൾ കാണിച്ചിട്ടുണ്ട് കേട്ടോ. അതുകൊണ്ടാണ് അത് ഡീറ്റെയിൽ ആയിട്ട് കാണിക്കാത്തത് കേട്ടോ. രസത്തിൽ പറഞ്ഞാൽ നമ്മൾ രസത്തിന് വേണ്ട എല്ലാ സാധനങ്ങളും പുളിയും ചേർത്ത് നല്ലപോലെ അരച്ച് ആവശ്യത്തിനുള്ള വെള്ളം ചേർത്ത് അത് നമ്മൾ ചട്ടിയിൽ തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ട് കേട്ടോ. അതവിടെ തിളച്ച് വരട്ടെ. ഇപ്പം 3 സൈഡും 3 സാധനങ്ങൾ വെച്ചിട്ടുണ്ട്. അതും ഒരുപോലെ റെഡിയായി വരും കേട്ടോ. പിന്നെ അതിലേക്ക് നമ്മൾ ഈ കടലപ്പരിപ്പ് വേവിച്ചതിൻ്റെ വെള്ളം ഉണ്ടായിരുന്നില്ല, അതുകൂടെ നമ്മൾ രസത്തിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതിന് അതെല്ലാം കൂടെ കിടന്ന് നല്ലപോലെ തിളച്ച് വരട്ടെ. ഇടയ്ക്കിടയ്ക്ക് നമ്മുടെ കൂട്ടുകറി നല്ലപോലെ മിക്സ് ചെയ്ത് ഇളക്കി നമുക്കിതൊന്ന് ഡ്രൈ ആക്കി എടുക്കണം കേട്ടോ. അപ്പോൾ അത് ഇളക്കി കൊടുത്തിട്ടുണ്ട്. ഈ സമയം കൊണ്ട് നമ്മുടെ കുക്കർ വിസിലടിച്ച് വെന്ത് ആവിയെല്ലാം പോയി റെഡി ആയിട്ടുണ്ട്. അത് നല്ലപോലെ ഉടച്ചു കൊടുത്തതിന് ശേഷം നമ്മളിതിലേക്ക് അരപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അരപ്പ് എന്ന് പറയുന്നത് തേങ്ങ, കുരുമുളക്, ജീരകം ഇതെല്ലാം ചേർത്ത് നല്ലപോലെ അരച്ചിട്ടുള്ള അരപ്പാണ് കേട്ടോ. അതുകൂടെ ചേർത്ത് നല്ലപോലെ തന്നെ മിക്സ് ചെയ്തതിന് ശേഷം ആവശ്യത്തിന് വെള്ളവും കുറച്ച് വെല്ലവും കൂടെ നമ്മൾ ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ നമ്മൾ കുറച്ച് വെല്ലത്തിൻ്റെ നമ്മുടെ രസത്തിലേക്ക് കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ രണ്ടും ഒരേ സമയം തന്നെ ചെയ്തെടുക്കുന്നുണ്ട്. ഇപ്പോൾ ഈ സമയം കൊണ്ട് തന്നെ നമ്മുടെ രസം നല്ലപോലെ തിളച്ച് വന്നിട്ടുണ്ട്. ഞാൻ അതിലേക്ക് കറിവേപ്പില ഇല്ല കേട്ടോ, മല്ലിത്തലയും പച്ചവെളിച്ചെണ്ണയും ഒഴിച്ച് അതൊന്ന് റെഡിയാക്കി എടുത്തിട്ടുണ്ട്. പിന്നെ നമ്മുടെ മത്തനെലിശ്ശേരി തിളച്ച് വന്നപ്പോൾ നമ്മൾ സാധാരണ നമ്മുടെ തേങ്ങയൊക്കെ ഒന്ന് വറന്ന് ചേർത്തിട്ടുണ്ട് കേട്ടോ. ശരിക്കും പറയുകയാണെങ്കിൽ നമ്മൾ നമ്മുടെ കൂട്ടുകറിക്ക് വറക്കുന്ന സമയത്ത് കുറച്ച് തേങ്ങ കൂടുതൽ ഇടുകയാണെങ്കിൽ അത് വറന്നത് കുറച്ച് മാറ്റി വെക്കായിരുന്നു. ഞാനത് അത്രയ്ക്ക് ചിന്തിച്ചില്ല, അതുകൊണ്ട് സെപ്പറേറ്റ് ആയിട്ട് നമുക്ക് വറുത്തെടുക്കേണ്ടി വന്നു കേട്ടോ. പിന്നെ നമ്മൾ കുക്കറിലേക്ക് നമ്മുടെ മുട്ടക്കോസും ക്യാരറ്റും കൂടെ ചേർത്ത് കൊടുത്ത് മുളക് കൂടെ ചേർത്ത് കൊടുത്തിട്ട് ഒരു നുള്ള് മഞ്ഞൾപ്പൊടിയും പിന്നെ ഒരു നുള്ള് വെള്ളവും കൂടെ ഒഴിച്ചിട്ട് ആവശ്യത്തിന് ഉപ്പും ചേർത്തിട്ട് ഇതൊരൊറ്റ വിസിൽ അടുപ്പിച്ചെടുക്കുക കേട്ടോ. നമ്മൾ സാധാരണ ഓപ്പൺ ചെയ്തിട്ട് ഉണ്ടാക്കുന്നതിനെക്കാട്ടിലും എളുപ്പമാണ് കേട്ടോ കുക്കറിൽ വേവിച്ചുണ്ടാക്കുന്നത്. ഇനി നമ്മൾ പച്ചടിക്കുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് റെഡിയാക്കി എടുത്തിട്ടുണ്ട്. നമ്മൾ പച്ച ക്യാരറ്റ് ചീവി വെച്ചതിലേക്ക് അരപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അരപ്പ് എന്ന് പറയുന്നത് സിമ്പിളായിട്ടുള്ള നമ്മുടെ അരപ്പാണ്. തേങ്ങ, ജീരകം, കുറച്ച് കടുക്, ഒരു പച്ചമുളകൊക്കെ ചേർത്ത് നല്ലപോലെ അരച്ച് ചേർത്ത് കൊടുത്തു. പിന്നെ അതിലേക്ക് പുളിപ്പിന് ആവശ്യമായിട്ടുള്ള തൈര് കൂടെ ചേർത്ത് കൊടുത്ത് നല്ലപോലെ തന്നെ മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. നല്ല ടേസ്റ്റാണ് കേട്ടോ നമ്മുടെ ഈ പച്ചടി കഴിക്കാൻ വേണ്ടിയിട്ട്. ഇപ്പോൾ നമ്മുടെ പച്ചടി ഏകദേശം റെഡി ആയിട്ടുണ്ട്. ക്യാരറ്റ് പച്ചടി നമ്മൾ വേവിക്കേണ്ട ആവശ്യമില്ല കേട്ടോ, പച്ചയായിട്ട് തന്നെ നമുക്കിതുപോലെ റെഡിയാക്കി എടുക്കാം. അതിലേക്ക് നമ്മൾ കടുക് വറുത്തുകൂടെ ചേർക്കുന്നുണ്ട് കേട്ടോ. നമ്മുടെ ഈ സദ്യയിൽ ഒരേ ഒരു പ്രശ്നമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിതിലേക്ക് ഏതിനും കറിവേപ്പില ചേർത്തിട്ടില്ല. നമ്മുടെ കയ്യിൽ കറിവേപ്പില ഇല്ലാത്തതുകൊണ്ടാണ് കേട്ടോ. കറിവേപ്പില കൂടെ ചേർക്കണേ ഒന്നുകൂടെ നന്നായിരിക്കും. അങ്ങനെ നമ്മുടെ പച്ചടി റെഡി ആയിട്ട് ഇനി നമുക്ക് കുറച്ച് പപ്പടം കാച്ചിയെടുക്കാം കേട്ടോ. അപ്പോൾ ഏകദേശം നമ്മുടെ കുക്കിങ്ങൊക്കെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ പപ്പടവും കൂടെ കാച്ചിക്കഴിഞ്ഞാൽ നമുക്ക് ഏകദേശം റെഡിയായി എന്ന് തന്നെ പറയാം കേട്ടോ. അപ്പോൾ ഞാൻ വേഗം തന്നെ പപ്പടം കാച്ചി എടുക്കുന്നുണ്ട്. പപ്പടം കാച്ചി കഴിഞ്ഞിട്ട് ഇതേ ചീൻചട്ടിയിലാണ് നമ്മൾ നമ്മുടെ ഉപ്പേരി ഒന്ന് കടുക് വറുത്തെടുക്കുന്നത് കേട്ടോ.
പപ്പടം കാച്ചി എണ്ണയൊക്കെ മാറ്റിയതിന് ശേഷം പുതിയ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്ത് കടുക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതിലേക്ക് നമ്മൾ നല്ലപോലെ പൊട്ടി വന്ന കടുകിലേക്ക് നമ്മൾ വേവിച്ച് മാറ്റി വെച്ചിട്ടുള്ള നമ്മുടെ മുട്ടക്കോസ് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. തിരക്കുള്ള സമയത്ത് മുട്ടക്കോസ് ഇങ്ങനെ കുക്കറിൽ വേവിക്കുന്നതുകൊണ്ട് വലിയ കുഴപ്പമൊന്നുമില്ല. നമ്മൾ വെള്ളമൊന്നും അധികം ഒഴിക്കാണ്ട് ചേർക്കുകയാണെങ്കിൽ ഒന്നുകൂടെ നന്നായിരിക്കും കേട്ടോ. അതവിടെ ഒന്ന് റെഡിയായി വരട്ടെ. ഈ സമയം കൊണ്ട് തന്നെ നമ്മുടെ അശ്വിൻ റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇന്ന് സദ്യ ഒരുക്കാനുള്ള ഒരു പ്രധാന കാരണം എന്ന് പറയുന്നത് നമ്മുടെ അശ്വിൻ്റെ പിറന്നാളാണ്. ആൾ രാവിലെ എണീറ്റ് കുളിയെല്ലാം കഴിഞ്ഞ് റെഡി ആയിട്ടുണ്ട് അമ്പലത്തിൽ പോകാൻ വേണ്ടിയിട്ട്. ഇനി പോയി വന്നതിന് ശേഷം സദ്യ കഴിച്ചിട്ട് വേണം സ്കൂളിലേക്ക് പോകാൻ വേണ്ടിയിട്ട് കേട്ടോ. അപ്പോൾ ആൾ നമ്മുടെ ഇവിടെ ഒന്ന് തൊഴുതിയിട്ടുണ്ട്. അപ്പോൾ ഇന്ന് ഉണ്ടാക്കിയ സദ്യ വട്ടങ്ങൾ ഇതൊക്കെയാണ് കേട്ടോ. പിന്നെ ഇതിൽ നമ്മൾ കാണിക്കാത്ത ഒരു വിഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പായസത്തിൻ്റെയാണ് കേട്ടോ. പായസം കാണിക്കാൻ പറ്റാണ്ടിരുന്നത് വേറൊന്നുമില്ല, ഞാൻ പായസം വെച്ചിട്ടില്ല. നമ്മൾ കാവിൽ പായസത്തിന് കൊടുത്തിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ നമ്മൾ വൈകുന്നേരം കേക്ക് മുറിക്കും. പിന്നെ വൈകുന്നേരം നമുക്ക് പായസം വേറെ കിട്ടും. അപ്പോൾ അതുകൊണ്ട് തന്നെ മധുരം ഒരുപാട് വേണ്ട എന്ന് പറഞ്ഞിട്ട് നമ്മൾ പായസം വെക്കുന്നത് ഒഴിവാക്കിയിട്ടുണ്ട്. ബാക്കി എല്ലാ സദ്യവട്ടങ്ങളും നമ്മൾ ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ. രാവിലെ 6 മണിക്ക് തുടങ്ങിയിട്ടുള്ള കുക്കിങ്ങാണ്. ഇപ്പോൾ 8 മണിയാകുമ്പോഴേക്കും തന്നെ നമ്മുടെ കുക്കിംഗ് എല്ലാം റെഡി ആയിട്ടുണ്ട്. ഇനി ഭക്ഷണം കഴിച്ചിട്ട് 8:15 നമ്മുടെ അക്ഷയയ്ക്ക് പോകാൻ വേണ്ടിയിട്ട്. ആ സമയം കൊണ്ട് തന്നെ നമ്മളെല്ലാം റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ എല്ലാം റെഡിയായത് ഇലയിലേക്ക് വിളമ്പി കൊടുക്കുന്നുണ്ട്. പിന്നെ അച്ചാർ എന്ന് പറയുന്നത് നമ്മൾ കടയിൽ നിന്ന് വാങ്ങിയിട്ടുള്ള അച്ചാറാണ്. സാധാരണ സദ്യയ്ക്ക് നമ്മൾ എന്താ പറയുക, അച്ചാർ വീട്ടിലുണ്ടാക്കും, ഇല്ലെങ്കിൽ കടയിൽ നിന്ന് വാങ്ങില്ലേ. ഇവിടെ അച്ചാർ ആരും അധികം കഴിക്കാത്തത് കൊണ്ട് തന്നെ ഞാൻ അച്ചാർ വീട്ടിലുണ്ടാക്കിയിട്ടുണ്ടായിരുന്നില്ല. ഒരു കുഞ്ഞു പാക്കറ്റ് കടയിൽ നിന്ന് വാങ്ങുകയാണ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇപ്പോൾ നമ്മുടെ സിമ്പിളായിട്ടുള്ള നാടൻ സദ്യ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഞാനതെല്ലാം നമ്മുടെ ഇലയിലേക്ക് വിളമ്പി കൊടുത്തിട്ടുണ്ട് കേട്ടോ. 6 മണിക്ക് തുടങ്ങി 7:30 ആകുമ്പോഴേക്കും തന്നെ എല്ലാ സദ്യവട്ടങ്ങളും നമുക്ക് റെഡിയാക്കി എടുക്കാൻ പറ്റിയിട്ടുണ്ട്. ഇനിയിപ്പോൾ നമ്മൾ പായസം ഉണ്ടാക്കി എടുക്കുകയാണെങ്കിൽ കൂടിയിട്ട് നമുക്ക് കുക്കറിൽ ആദ്യം തന്നെ നമുക്ക് പായസം ഉണ്ടാക്കി എടുക്കാൻ പറ്റും കേട്ടോ. കുക്കർ പായസം വളരെ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന ഒരു പായസമാണ്. അപ്പോൾ എല്ലാ സദ്യവട്ടവും റെഡിയാക്കി നമ്മൾ വിളമ്പിയിട്ടുണ്ട്. പിന്നെ നമുക്ക് കാവുന്ന് പായസവും കിട്ടിയിട്ടുണ്ട് കേട്ടോ. പാൽപ്പായസമാണ് കിട്ടിയിരിക്കുന്നത്. രാവിലെ പാൽപ്പായസം കടുമധുര പായസം നമുക്ക് കിട്ടും. അതുപോലെ തന്നെ വൈകുന്നേരം കടുമധുര പായസം കിട്ടും കേട്ടോ. അപ്പോൾ ഞാൻ രാവിലെ കടുമധുര പായസം വാങ്ങിയില്ല, വൈകുന്നേരം വാങ്ങാമെന്ന് വിചാരിച്ചു. എല്ലാം കൂടെ ആയാലും കഴിക്കുന്നത് ഒരു ബുദ്ധിമുട്ടല്ലേ. അപ്പോൾ ഒരുപാട് മധുരം വേണ്ട പറഞ്ഞിട്ടാണ് നമ്മൾ വീട്ടിൽ പായസം വെക്കാണ്ടിരുന്നത് കേട്ടോ. ഇനിയിപ്പോൾ ഇതിൽ പായസം ഉൾപ്പെടുത്തുന്നുണ്ടെങ്കിൽ നമുക്ക് കുക്കറിൽ തന്നെ 1/2 മണിക്കൂർ കൊണ്ട് റെഡിയാക്കി എടുക്കാൻ പറ്റുന്ന പായസം ഉണ്ട് കേട്ടോ. ഇനിയിപ്പോൾ ആർക്കെങ്കിലും അങ്ങനത്തെ പായസം കാണുന്നുണ്ടെങ്കിൽ പറഞ്ഞാൽ മതി, ഞാനത് സെപ്പറേറ്റ് ആയിട്ട് ചെയ്ത് കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ സിമ്പിളായിട്ടുള്ള ഒരു നാടൻ സദ്യ തന്നെ നമ്മൾ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. എല്ലാ ഇലയിലേക്ക് വിളമ്പിയിട്ടുണ്ട്. അതപ്പോൾ നമ്മുടെ പിറന്നാൾ കുട്ടി എല്ലാം കൂടി കഴിക്കുകയാണ് കേട്ടോ. അപ്പോൾ നമുക്ക് ഇതിലെന്ന് പറയുന്നത് പായസമുണ്ട്, പക്ഷെ അത് വീട്ടിൽ വെച്ചിട്ടില്ല എന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ. എന്താ പറഞ്ഞാൽ എല്ലാം കൂടെ ഒന്ന് റെഡിയാക്കി എടുക്കുമ്പോൾ പറയുമ്പോൾ ഒരു തിരക്കാണെങ്കിലും പക്ഷെ എല്ലാം കൂടെ റെഡിയായി വന്ന് ഇലയിലേക്ക് വിളമ്പി ആ ചൂടോടെ കഴിക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ് അല്ലേ. അപ്പം നമ്മളെല്ലാ സാധനവും വിളമ്പി ഇതെല്ലാവരും കൂടി ഇരുന്ന് രാവിലെ തന്നെ സദ്യ കഴിക്കാൻ കേട്ടോ. അപ്പം നമ്മൾ രാവിലെ തന്നെ നല്ല നാടൻ സദ്യ കഴിക്കുകയാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കും. നാളെ പുതിയൊരു വീഡിയോ ആയിട്ട്